വേറൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പോലീസ് പറയുന്നുണ്ട്. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. താനൂരിൽ നിന്നും ഒളിച്ചോടിയിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ എന്തിനാണ് പോയിട്ടുള്ളത്? നമുക്കറിയാം അവരുടെ കറന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മുംബൈയിലാണ്. അവരിപ്പോൾ മുംബൈയിലാണ് ഉള്ളത്. അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് അവിടുത്തെ ആളോട് പറഞ്ഞിട്ടുള്ളത് അവർ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോയിട്ടാ ഉള്ളത് എന്നൊരു കാര്യമാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല, പിന്നെ എന്തിനാണ് അവരുടെ പിറകെ പോകുന്നത്, അവരെന്തിനാണ് സെർച്ച് ചെയ്യുന്നത് എന്നൊരു കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവർ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാപ്പ് ആണെങ്കിൽ ഇവരെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇതേ ട്രാപ്പിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും. ഐ മീൻ ഒരുപാട് ആളുകൾ ഇവരെ ട്രാപ്പിലേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഇതിന്റെ സത്യാവസ്ഥ, ഇവരെന്തിനാണ് പോയിട്ടുള്ളത്, എന്താണ് അതിന്റെ കാരണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാപ്പിലേക്ക് വീഴാൻ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അവരെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പിറകെ പോകുന്നതും സെർച്ച് ചെയ്യുന്നതും അവരെ കണ്ടുപിടിക്കുന്നത്. കാരണം അവർക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണം. ഇതൊരു സാധാരണ ഒളിച്ചോട്ടമായിട്ട് കണക്കാക്കപ്പെടാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളാണ് ഉള്ളത്. ഇവരുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷെങ്കിൽ അവരുടെ പ്രവൃത്തി അങ്ങനെയല്ല. കാരണം എന്ന് പറയുന്നത് അവരവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു, അതിനുശേഷം മൊബൈൽ ഫോൺ വാങ്ങിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെയുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവർക്ക് മലയാളമല്ലാതെ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയില്ല. അങ്ങനെ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്ത ഒരു വ്യക്തികൾ എന്ത് ധൈര്യത്തിലാണ് മുംബൈ വരെ പോവുക എന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ പിന്നിൽ വേറെ ഒരാളുണ്ട്. അത് ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം മാരേജിന് വേണ്ടിയിട്ട് ഈ +2 പഠിക്കുന്ന ഒരു കുട്ടികൾ മുംബൈ വരെ പോകും, അതും ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം പോകുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ പോയത് രണ്ടുപേരാണ്. ഒരേപോലെ തന്നെ രണ്ടുപേർക്കും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ കൂട്ടുകാരെ കിട്ടി? അതും ഒരു ചോദ്യം തന്നെയാണ്. ആ ബ്യൂട്ടി പാർലറിലെ ഉടമ പറയുന്നുണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്നൊരു കാര്യമാണ്. അതായത് ആ ഒരു ഷോപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം എന്നൊരു കാര്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അവർ പറയുന്നുണ്ട് അവരുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ പൈസ അവരുടെ കയ്യിൽ എങ്ങനെ വന്നു? പാരന്റ്സ് പറയുന്നു അവരുടെ അടുത്ത് ഒരൊറ്റ പണമില്ല എന്നൊരു കാര്യം. പിന്നെ എങ്ങനെയാണ് ആ ഒരു ക്യാഷ് ഇത്രയും ക്യാഷ് അവരുടെ കയ്യിൽ വന്നിട്ടുള്ളത്? മൊബൈൽ വാങ്ങിക്കാനും ബ്യൂട്ടി പാർലറിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം അവരുടെ കയ്യിൽ എവിടുന്ന് വന്നു? അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ഇതേപോലെ തന്നെ ട്രാപ്പിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. കാരണം ഇവർ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതേ പ്രായക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ചിലപ്പോൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓർക്കണം, +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോയിട്ടുള്ളത്? അതിന്റെ പിറകിൽ ഒരാളുണ്ട്. പോലീസും അതുപോലെ ന്യൂസും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ നിരന്തരമായിട്ട് ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ആ വ്യക്തി ഇവരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി ആരാണ്, എന്താണ്, അത് ആദ്യം കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു കുട്ടികളെ കണ്ടുപിടിക്കാനും പറ്റും. കാരണം മീഡിയാസ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മീഡിയാസ് കാരണമാണ് കുറെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മുംബൈയിലെ. പക്ഷെങ്കിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഒരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട്. മീഡിയാസ് തന്നെ ഇപ്പം പറയുന്നുണ്ട് അവർ ലൊക്കേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. കാരണം അവർ ഒരു സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചതെന്ന് മീഡിയാസ് പറയുന്നു. പക്ഷെങ്കിൽ ആ ലൊക്കേഷനിലല്ല, അവർ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അവിടുത്തെ ലോക്കൽ ട്രെയിൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇവർ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ അവർ ഈ ന്യൂസസ് കാണുന്നുണ്ടാവും. കാരണം ന്യൂസസിൽ ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുമ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ, ലൊക്കേഷൻ എന്താണ്, അവരെങ്ങോട്ടേക്കാണ് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ന്യൂസസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസസ് ഞാൻ പറഞ്ഞു പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെങ്കിൽ നെഗറ്റീവും ഉണ്ട്. കാരണം ഒരു പക്ഷേ ഈ കുട്ടികളോ അല്ലെങ്കിൽ ഈ കുട്ടികളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ആരാണോ ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ആ വ്യക്തി ചിലപ്പോൾ ഈ ന്യൂസസ് കാണുന്നുണ്ടാവും. അപ്പം അവർക്കറിയാം ഈ റൂട്ടിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ലൊക്കേഷൻ മാറി മാറി പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രയാസമാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ന്യൂസ് മീഡിയാസ് ഒക്കെ ഈ ഒരു കാര്യം
റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുന്നത്, അതായത് ലൈവ് അപ്ഡേഷൻസ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ലൈവ് കൊടുക്കുന്നത് നല്ലത് തന്നെയായിരിക്കും, പക്ഷെങ്കിൽ അതിനോടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ കുട്ടികളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറും ലാസ്റ്റോട്ട്. കാരണം ലൈവ് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ആ സ്പോട്ടിൽ തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. പോലീസിന്റെ ഓരോ നീക്കവും അവർക്ക് അറിയാൻ പറ്റും. പോലീസിന്റെ മാത്രമല്ല, വേറെയും ഒരുപാട് സംഘടനകൾ, ഓർഗനൈസേഷൻസ് ഇതിന്റെ പിറകെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അവരുടെയൊക്കെ പരിശ്രമങ്ങൾ പാഴാകും ഈ ഒരു ലൈവ് അപ്ഡേഷൻസ് കൊടുക്കുന്നതിലൂടെ. വേറൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, പോലീസ് പറയുന്നുണ്ട്, പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം പെർ ഇയർലി കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും കാണാതാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒളിച്ചോടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 84,000. പക്ഷെങ്കിൽ അതിപ്പോൾ അധികരിച്ച് 100 സംതിങ് ആയിട്ടുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികളെയൊക്കെ, ഈ കാണാതായിട്ടുള്ള പല കുട്ടികളെയും കണ്ടെത്താനായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പോലീസ് ചോദിക്കുന്നത്. കാരണം റിപ്പോർട്ടുകൾ അവർ അന്വേഷിച്ചു പോകുമ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ ചോദിച്ചിട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ പണം ചോദിച്ചിട്ട് കൊടുത്തില്ല, അങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, ടി വി ഓഫ് ചെയ്തു, അതായത് ടി വി കാണുമ്പോൾ ടി വി ഓഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികൾ ഇറങ്ങി പോകുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒളിച്ചോടുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് കുട്ടികളെ പോലീസും നാട്ടുകാരും കൂടി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ കുറച്ചുപേരെ കണ്ടെത്താണ്ടുമുണ്ട്. അപ്പോൾ ഇതിന്റെ എണ്ണം, അതായത് ഓരോ വർഷം കഴിയുന്നതിനെ ഈ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിപ്പോകുന്നതിന്റെ എണ്ണം അധികരിച്ചു വരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുപോലെ ഒളിച്ചോടി പോകുന്ന പല കുട്ടികളും പോലീസ് പറയുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അവരെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുള്ളത് അവര് കേരളത്തിന് പുറത്തേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. പോലീസ് തന്നെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ, അതായത് ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് സ്റ്റേറ്റ് വിട്ടിട്ട് പുറത്തേക്ക് പോകാനുള്ള ചിന്താഗതി വരാനുള്ള കാരണം എന്താണെന്നാണ്. ഇപ്പൊ ഇവരുടെ കേസിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, താനൂരിൽ നിന്നും മിസ്സിംഗ് ആയിട്ടുള്ള ആ 2 കുട്ടികളുടെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട് കുട്ടികൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം. കാരണം കുട്ടികൾ ഈ ഒരു പാർലറിൽ കയറി എന്ന് പറഞ്ഞു, അതേപോലെ CCTV ഫൂട്ടേജ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അധിക CCTV ഫൂട്ടേജിലും ഇവർ മാസ്ക് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുംബൈയിലെ ആ പാർലറിൽ പോയിട്ട് അവിടെ ഈ കേരള സ്റ്റൈലിൽ നിന്നും മുംബൈ സ്റ്റൈൽ ഹെയർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ പുറത്തു പോയിട്ടുള്ളത്. അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ അത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്തത് എന്നാണ് പാർലറിന്റെ ഉടമ പറയുന്നത്. അപ്പോൾ എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരെ സഹായിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആ വ്യക്തിയെ ഒരു CCTV ഫൂട്ടേജിലും കിട്ടിയില്ല. വെറും മൊബൈൽ കോണ്ടാക്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. പോലീസ് പറയുന്നത് ഈ വ്യക്തി പാർലറിലാക്കുന്ന സമയത്ത്, അതായത് ഈ കുട്ടികൾ പാർലറിൽ കയറുമ്പോൾ ആ വ്യക്തി ഒരു പക്ഷേ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എന്നാണ് പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് തന്നെ ഈ വ്യക്തി ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെങ്കിൽ CCTVയിൽ നിന്നും വിദഗ്ധമായി മറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തി എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇവർ 3 പേരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് എളുപ്പമായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത്. പോലീസ് പിറകെ തന്നെ ഉണ്ട്, പക്ഷെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമല്ല. കാരണം ന്യൂസസ് ലൈവ് അപ്ഡേഷൻ കൊടുക്കുന്നതിനെ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഓരോന്ന് തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ന്യൂസസിൽ ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ ഈ ലൊക്കേഷനിലാണ് ഉള്ളത്, ഇപ്പോൾ ഈ ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ലൈവ് അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ആ സ്ഥലങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള, ആ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ പെൺകുട്ടികളെ കസ്റ്റഡിയിൽ കിട്ടണം. അവരെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവർ പോയിട്ടുള്ളത് എന്നുള്ള സകല കാര്യങ്ങളും. കാരണം ഇൻസ്റ്റാഗ്രാമിലെ ഒരു സുഹൃത്തിന്റെ കല്യാണം കൂടാൻ വേണ്ടി പോയി എന്ന് പറയുമ്പോൾ, കേരളത്തിൽ നിന്ന് മുംബൈ വരെ പോയി എന്ന് പറയുമ്പോൾ അത് അത്ര വിശ്വാസയോഗ്യമല്ല. അത് മാത്രമല്ല അവർക്ക് ഈ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തിലേക്കും വെറും മലയാളം അറിയുന്ന കുട്ടികൾ പോയി എന്ന് പറയുമ്പോൾ അത് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കാരണം എന്താണെന്നും എന്തിനാണ് പോയിട്ടുള്ളതെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞേ പറ്റൂ. കാരണം +2 പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ആ കുട്ടി, അതേപോലത്തെ കുട്ടികൾ ഒരുപാട് ഇവിടെ കേരളത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാപ്പ് ആണെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഒരുപാട് കുട്ടികളെ
ഇതേപോലത്തെ ട്രാപ്പിൽ നിന്നും വീഴുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് പോലീസിന്റെ കയ്യിലോ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസ്, ഇവരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരുടെ കയ്യിലോ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.